സാരി ഹോളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ മിക്ക ആൾക്കാരുടെ കണ്ണും എൻ്റെ മുടിയിലോട്ടൊക്കെ പോയിട്ടുണ്ടാകുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം എന്തിനാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. അതിനേക്കാൾ മുൻപ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. ഒന്നുമില്ല, സെക്ഷനായിട്ട് എടുക്കുക, നന്നായിട്ട് പിന്നീട് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് വെക്കുക. സപ്പോസ് സ്ട്രെയിറ്റനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ കട്ടി ഉണ്ടല്ലോ, ലൈക്ക് ടെക്സ്റ്റ് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും, ഒരു സിക്സാക് പാറ്റേണിൽ. ആൻഡ് കട്ടി വന്നിട്ട് ഇത്രയും കട്ടിയുള്ളതുപോലെ തോന്നി. ഇനി ബാക്ക് ടു നമ്മുടെ സാരി ഹോൾ. ഈ വീഡിയോയിൽ ഞാൻ ടോട്ടലി 3 സാരീസ് ആണ് കാണിച്ചു തന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് നയൻതാര ഇൻസ്പയർഡ് സാരീസ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇതിന്റെ ഒക്കെ ബ്ലൗസ് വന്നിട്ട് നല്ല ഹൈനൊക്കെ ആയിട്ടുള്ള ബോട്ടനൊക്കെ ഒക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ്. ആൻഡ് ഇതൊക്കെയും ഉടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാവോ? ഇതിന്റെ ബോർഡർ ആണ്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മേലെ ചെറിയ ബോർഡറും താഴെ വലിയ ബോർഡറും കാണാൻ വേണ്ടി പറ്റും. ഗോൾഡൻ ജെറി വർക്ക് ആ ഒരു ഗ്രീൻ കളർ, മെഹന്തി ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചിട്ടാം. സെയിം ആ ഒരു മെഹന്തി ഗ്രീൻ കളറിനകത്ത് ബോർഡർ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. ഈ ലിപ്സ്റ്റിക് എല്ലാ സാരിനൊപ്പം നന്നായിട്ട് ചേരുന്ന പോലെ തോന്നി. എന്തായാലും ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഇവിടെ ടാഗ് ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ 3 സാരി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാരി ആണ് കേട്ടോ. നല്ല ബ്രൈറ്റ് റെഡില് സിൽവർ സെറി വർക്ക് വന്നാണ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ്. അതായത് പ്ലെയിൻ ആയിട്ട് ബോർഡർ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി സാരിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ.